മോന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? ആഹാ, ദേ വരുന്നു എബിയുടെ ഫേവറേറ്റ് ഫുഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. പണ്ടൊക്കെ അല്ലേ നമുക്ക് വീട്ടിൽ ചോറും കറിയായിരുന്നു എല്ലാവർക്കും സ്കൂളിൽ നിന്ന് വരുമ്പം കഴിക്കാൻ ഇഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട, എല്ലാം പുതിയ ഭക്ഷണം വേണം. അതുപോലെ തന്നെ മാമിന് ഓർമ്മയുണ്ടോ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ വിരുന്നുകാർ ഒരുപാട് പേരൊക്കെ വരുമ്പോൾ അത്രയും പ്ലേറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിന് ഓടി വാഴയിലാണ് വെട്ടിയിട്ട് പറമ്പുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അതെ അതെ, വാഴകളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഫ്ലാറ്റിലെ ലൈഫും വീട്ടിലും അതിനുള്ള ഒരു സൗകര്യങ്ങളില്ല. ആർക്കും വാഴയൊന്നും വളർത്താനുള്ള സമയവും ഇല്ല, പറമ്പുമില്ല. അതെ അതെ അതെ. പക്ഷേ പ്ലേറ്റ് നമ്മള് ഒത്തിരി പേര് വന്നു കഴിയുമ്പോൾ പ്ലേറ്റ് കഴുകാനും ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാവരും അത് കാരണം ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് പ്ലാസ്റ്റിക്കിലും പേപ്പറിലും ഒക്കെ ആശ്രയിക്കുവാണ്. അത് പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ട് എൻവയോൺമെന്റിന് ഉണ്ടാവും എന്നുള്ളത് ആരും അറിയുന്നില്ല. ഡെഫിനറ്റ്ലി നമുക്ക് ഇനിയുള്ള ജനറേഷൻ ആയിരിക്കും അത് അനുഭവിക്കാൻ പോകുന്നത്. എക്സാക്ട്ലി. പണ്ട് ഈ വാഴയിലയിൽ ഭക്ഷണം വിളമ്പുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും വലിയത് വാഴയിലയിൽ ചൂട് ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല്, ശരിയാ, അതിനൊരു ആ ടേസ്റ്റ് തന്നെ എൻഹാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കൊണ്ട് കളഞ്ഞാലും പ്രകൃതിക്ക് ദോഷമില്ല, പശുവും തിന്നും. അതുകൊണ്ട് എല്ലാ വിധത്തിലും എന്താ പറയാ നേച്ചർ ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് മാം ഇപ്പോഴത്തെ കാലത്ത്? ഇപ്പോൾ അതിനാണ് ഞങ്ങളിപ്പം ബുദ്ധിമുട്ടി ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ശരിക്കും പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങള് ഗോതമ്പിന്റെ തവിട് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇതിപ്പം അരിയുടെ നെല്ലിന്റെ ഉമി കൊണ്ടുണ്ടാക്കുന്ന പ്ലേറ്റ്സാ. അപ്പോ അതാണ് ഇത്ര പോളിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ജസ്റ്റ് വൺ ടൈം യൂസ് ആണ്. ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നുമില്ല. ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും വാഴയില പോലെ തന്നെ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ പശുക്കൾക്കും കൊടുക്കാം. പശുക്കൾക്ക് മറ്റേ ഫുഡിന്റെ കൂടെ ഇത് മുറിച്ചിട്ട് കൊടുത്താൽ ബിസ്ക്കറ്റ് പോലെ തിന്നോളൂ. വണ്ടർഫുൾ. അത് 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 എന്താ പറയാ സന്തോഷം തരുന്ന ഒരു മെയിനായിട്ട് ഫ്ലാറ്റിലുള്ളവർക്കാണ് ഏറ്റവും ഉപയോഗം. എന്നുവെച്ചാൽ അവർക്ക് ഈ ചെടിച്ചട്ടികളിലൊക്കെ മണ്ണ് നിറയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണ്ണ് കിട്ടുന്നില്ലല്ലോ, മണ്ണ് വരെ വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഈ പ്ലേറ്റ് ശരിക്കും പൊടിച്ചിട്ട് വെള്ളമൊഴിച്ച് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല പോട്ടിംഗ് മിക്സ് ആയി. അതിന്റെ കൂടെ കുറച്ച് ചാണകം പോട്ടിംഗ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അത് നല്ല മണ്ണ് പോലെയാവും, കൊക്കോ പീറ്റ് പോലെയാവും. അതിന്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് ചട്ടി നിറയ്ക്കുവാണെങ്കിൽ വെയിറ്റ്ലെസ് ആണ്, പോട്ടിംഗ് മിക്സ് ആയി. വെരി ഗുഡ് വെരി ഗുഡ്. അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നത്? ഈ പ്ലാസ്റ്റിക് നിറയുന്ന ഭൂമി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരാണെങ്കിലും അത് ആയി പോവും. നമുക്ക് കിട്ടിയ ഭൂമിയല്ല നമ്മൾ ഇനി പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്ന അടുത്ത ജനറേഷന് കിട്ടുന്ന, അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിയത് നന്നാക്കിയില്ലെങ്കിലും ചീത്തയാക്കാതെങ്കിലും കൊടുക്കണ്ടേ. അവരാണ് ഇനിയുള്ള ഫ്യൂച്ചർ. അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ അടുത്ത ജനറേഷൻ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഇതിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയോ എല്ലാവർക്കും? അതെ, നന്നായിട്ട് എല്ലാ കാശ്മീർ ടു കന്യാകുമാരി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പുറത്തേക്കും കൊടുക്കുന്നുണ്ടോ? എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു 7 കൺട്രീസോളം ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫെസ്റ്റിവൽ സീസൺസിന്, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസിന്, പാർട്ടീസിന്, ഇങ്ങനെയാണ് ആൾക്കാർ ഇപ്പം ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇനിയും അവെയർ ആവാനുണ്ട്. യങ് ജനറേഷൻ വേണം ഇതിന്റെ ഒരു എന്താ പറയുക അവയർനെസ് കൊണ്ടുവരാനായിട്ട്. അവർക്ക് യാത്ര ചെയ്യുമ്പോഴും ശരിക്കും നല്ല ഉപകാരമാണ്. നമുക്കത് ഡിസ്പോസ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അല്ലെങ്കിൽ റോഡിലൊക്കെ ഒരുപാട് കാണാറുണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റ്സുകളും എല്ലാം ഇങ്ങനെ റോഡിലൊക്കെ കിടക്കുന്നത് കാണാം. അത് സത്യം പറഞ്ഞാൽ കാണുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം യാത്ര പോകുന്നവര് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. ഇത് ഡീകമ്പോസ് ആവാനൊക്കെ എത്ര ദിവസം എടുക്കും? ഇത് ശരിക്കും പൊടിച്ച് നമ്മൾ ഇടുവാണെങ്കിൽ വിത്തിൻ 10 days. അല്ല അങ്ങനെ തന്നെ ഈ തെങ്ങിന്റെ ചുവട്ടിലും വലിയ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ആവുമ്പോൾ വെറുതെ ഇങ്ങനെ അടുക്കി വെച്ചാൽ മതി.
അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും തോറും അത് കുതിർന്ന് അതിൻ്റെ ചുറ്റും ആ ഒരു കൊക്കോപ്പീറ്റ് പോലെ ആവും. പിന്നെ അത് സ്പോഞ്ച് പോലെ വെള്ളം അബ്സോർവ് ചെയ്ത് വയ്ക്കും. പിന്നെ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നവര് മെയിനായിട്ട് ഈ ഉമി യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരം അവര് ഇപ്പം ഇങ്ങനെ ഈ പ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള യൂസ്ഡ് പ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ സോഴ്സ് ചെയ്യുന്നത്? ഇഷ്ടം പോലെ അല്ലേ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉമി നമുക്ക് ശരിക്കും വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് പഞ്ചാബിലൊക്കെ കത്തിക്കുന്നത്. ഈ ഡൽഹി പൊല്യൂഷൻ ഇതെല്ലാം ഉമി കത്തിക്കുന്നത് കൊണ്ട്, ഉമിയും ആ വൈക്കോലും കത്തിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു പൊല്യൂഷനാണ്. അപ്പൊ കേരളത്തിലും മറ്റേ റൈസ് മിൽസിൽ എന്താന്ന് വെച്ചാൽ ഈ ഉമി കുറെയൊക്കെ അവര് ബോയിലേഴ്സിൽ യൂസ് ചെയ്യും, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. പക്ഷെ ബാക്കി സ്റ്റിൽ പെൻഡിങ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് നമ്മൾ എടുക്കുന്നു. വിലയുണ്ട്, ബട്ട് സ്റ്റിൽ റോ മെറ്റീരിയൽ പ്ലെന്റിയാണ്, അതിനൊരു ക്ഷാമം ഇല്ല. പിന്നെ ഞങ്ങളുടെ ടെക്നോളജി കൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ എന്ത് റോ മെറ്റീരിയലും വാട്ട് എവർ ഇറ്റ് ഈസ് ഈ അഗ്രികൾച്ചറൽ വേസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്ത് പ്ലേറ്റ്സ് ആക്കാം. R&D വേണമെന്നേ ഉള്ളൂ. കുറച്ച് അതിന് ബുദ്ധിമുട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ വീറ്റ് ബ്രാനും ഉമിയുമാണ് പ്ലേറ്റ്സിന് യൂസ് ചെയ്യുന്നത്. ബട്ട് എനി ബ്രാൻഡ്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യും. മറ്റെന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്? ഞങ്ങൾക്ക് സ്ട്രോയ് ഉണ്ട്. ആയിരിക്കുന്നത് ഞങ്ങളുടെ സ്ട്രോയ. അത് ശരിക്കും പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ സ്ട്രോയാണ്. ശരിക്കും അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്ത മെയ്ഡ് ഇൻ ടു സ്ട്രോസ് ആണ്. പാസ്ത പോലെ തന്നെ നമുക്ക് പാസ്ത തന്നെയാണ് സ്ട്രോയ് ആക്കിയത്. മോൻ ഇത് കേട്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല. പാസ്ത നേട്ടപ്പോ പുള്ളിക്ക് ലഡ്ഡു പൊട്ടി. ശരിക്കും ഈ സ്ട്രോ പാസ്ത ആയിട്ട് യൂസ് ചെയ്യാനും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞങ്ങള് അത് ആക്ച്വലി യൂസ് ആൻഡ് ത്രോ ആയിട്ട് തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പലരും ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അത് എന്ന് വെച്ചാൽ അത് കടിച്ചാൽ പ്രശ്നമില്ല. FSSAI സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പം കടിച്ചാലും പ്രശ്നമില്ല. മറ്റേ കുഞ്ഞു പിള്ളേർക്ക് സ്ട്രോ കൊടുക്കുമ്പോൾ അവര് വായിൽ വെച്ച് കടിച്ച് അതൊരു പേപ്പർ സ്ട്രോ പോലും ആക്ച്വലി അത് നല്ലതല്ല, അൺഹെൽത്തി ആണ്. അത് വെള്ളത്തിലോട്ട് മിക്സ് ആവും. പിന്നെ അതിന്റെ വേറൊരു പ്രോഡക്റ്റിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അത് അൺഹെൽത്തി ആണ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. പിന്നെ പ്ലാസ്റ്റിക്കും അതെ, അതും അൺഹെൽത്തി ആണ്. അപ്പൊ അത് നല്ലതല്ല. അപ്പം അത് എത്രയും പെട്ടെന്ന് ആൾക്കാർ ഇപ്പം അവെയർ ആണ്. പിന്നെ ഒരുപാട് പേര് സ്റ്റീലിന്റെ സ്ട്രോ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ, അതെ, അത് ക്ലീൻ ചെയ്യാൻ ഒരു സാധനം ഉണ്ടെങ്കിലും അത് വീടുകളിൽ യൂസ് ചെയ്യുമ്പോൾ മേ ബി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യും. പക്ഷെ കടകളിൽ അത് കൊടുക്കുമ്പോൾ കുടിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അത് ക്ലീൻഡ് ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പിന്നെ ബാംബൂ സ്ട്രോ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ മെനി ടൈം യു ക്യാൻ യൂസ്. അങ്ങനെ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് ഹൈജീൻ പ്രോബ്ലം വരും. പിന്നെ പ്ലാസ്റ്റിക്, ഇപ്പം ബബിൾ ടീ എന്നൊരു സാധനമുണ്ട്. അതിൽ വേറെ ഒരു സ്ട്രോയും പറ്റില്ല, പേപ്പർ സ്ട്രോ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഐദർ ഈ സ്ട്രോ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലാസോ മറ്റേ സ്റ്റീൽ സ്ട്രോയോ ബാംബൂ സ്ട്രോയോ യൂസ് ചെയ്യണം. വലുതും തിക്കും സ്ട്രോങ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം. അപ്പൊ അതല്ലെങ്കിലുള്ളത് ട്യൂഷൻ സ്ട്രോ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഈ പേപ്പർ സ്ട്രോ യൂസ് ചെയ്ത് അത് കഴിക്കുവാണെങ്കിൽ ശരിക്കും ആ പേപ്പർ കണ്ടന്റ് നമ്മളെ വായിൽ പോകുന്നുള്ള. പേപ്പർ ശരിക്കും ചോക്കിംഗ് ആണ്, അത് കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ്. പക്ഷെ അതിന്റെ പലതും വയറ്റിലേക്ക് പോകും. എന്തായാലും മാം വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇന്നിപ്പോൾ മാം ഇവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഈ ട്യൂഷൻ പ്ലേറ്റ്സ് തന്നത് സത്യം പറഞ്ഞാൽ ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടി. എൻ്റെ ഫാമിലി ഇനി ട്യൂഷൻ ഫാമിലി ആയിരിക്കും കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ധൈര്യമായിട്ട് വിശ്വസിച്ച് എൻ്റെ കുടുംബത്തിന് എനിക്കിതിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റും. മാമിന് ഇനിയും മുൻപോട്ട് ട്യൂഷൻ്റെ
മുമ്പോട്ടുള്ള പ്രൊഡക്ഷനും അതിന്റെ മാർക്കറ്റിങ്ങിനും എല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. മോന് ഇഷ്ടപ്പെട്ടോ പ്ലേറ്റ്? പ്ലേറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്ട്രോ തരാമോ? അതിനാ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാൻ.